Traders, welcome back to Market Waves. Nifty, Bank Nifty, Sensex എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നമുക്ക് ഇന്നലെ നിഫ്റ്റിയിൽ തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് നോക്കാം. ഇന്നലെ 24,942 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഒരു 60 പോയിന്റോളം ഗ്യാപ്പ് അപ്പിലായിരുന്നു. അതായത് 24,999 എന്ന ലെവലിലായിരുന്നു. എന്നാൽ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സ്വാഭാവികം, അത് സംഭവിച്ചു. അതിനുശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടി. എന്നാൽ പുതിയ ഹൈ തരാൻ കഴിഞ്ഞില്ല. അവിടുന്ന് സെല്ലിംഗ് കൃത്യമായിട്ടും സ്റ്റാർട്ട് ചെയ്തു. ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തു. പ്രൈസ് കൃത്യമായും ഈ ലെവൽ ഇന്നലത്തെ ഹൈ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തെങ്കിലും വീണ്ടും ഫാൾ ആവുകയാണ് ചെയ്തത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന കൃത്യമായ സപ്പോർട്ട് ലെവലിലേക്ക് പ്രൈസ് എത്തി. അവിടെ നിന്നും ഒന്ന് റിവേഴ്സൽ തരുന്നത് ആർക്ക് കണ്ടാലും മനസ്സിലാകുന്നതാണ്. പ്രൈസ് ആക്ഷൻ പ്രകാരം ആ മൂവ്മെന്റ് എങ്ങനെയെന്ന് മനസ്സിലാക്കിയുള്ളവർക്ക് തീർച്ചയായും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചു. തുടർന്ന് ഈ സപ്പോർട്ട് ലെവൽ ഇപ്പോൾ നമ്മളുടെ ചാനൽ കാണുന്ന മിക്കവരും തന്നെ ഈ ലൈനുകളെ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. കാരണം അത്തരം ലെവലുകളിൽ കൃത്യമായും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പലരും എനിക്ക് നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഒരു റിവേഴ്സൽ കണ്ട് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്ന് കരുതിയവർ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഡേയ്സ് ഹൈ ആയിരുന്നു അവർ പ്രതീക്ഷിച്ച ടാർഗറ്റ്. ഒപ്പം തന്നെ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയ ഈ ലെവൽ, നമ്മളുടെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ ഇതായിരുന്നു. ഇത് ഇന്നലത്തെ ഹൈ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചതാണ്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയാൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ ഈ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെയും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കിട്ടിയിരുന്നില്ല. പ്രധാന റെസിസ്റ്റൻസ് ലെവലായ 25,133 എന്ന നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ലെവൽ വരെയും ത്രൂ ഔട്ട് വളരെ ചെറുതായി വളരെ നല്ല എൻട്രികൾ തന്നുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ട്രെയിൽ ചെയ്ത് പോകാൻ ആർക്കും കഴിയുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. കൃത്യമായും നമ്മളുടെ പ്രധാന റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു റിവേഴ്സൽ തന്നു. കൃത്യമായും ഡേയ്സ് ഹൈ അഥവാ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആ സപ്പോർട്ടിലേക്ക് ഒരു കറക്ഷൻ തരികയും ചെയ്തു. അങ്ങനെ ഇന്ന് ലഭിച്ച പി ആൻഡിലുകളെല്ലാം വളരെ നല്ല പ്രോഫിറ്റ് ഉള്ള നല്ല മനോഹരമായ പുട്ടും കോളും വാങ്ങിയിട്ടുള്ള പി ആൻഡിലുകളാണ് ലഭിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹാപ്പിയാണ് എന്ന് കരുതുന്നു. ഇന്ന് നിഫ്റ്റി ഏതാണ്ട് 235ഓളം പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അത് പലർക്കും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. 25,010 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25,000 എന്നങ്ങ് കരുതിയാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ 25,252 പ്രധാന റെസിസ്റ്റൻസ് ലെവലായി ഞാൻ കാണുന്നത്. ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താനായി ഞാൻ 25,130 എന്ന ലെവൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത നിഫ്റ്റി നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലെവലിന് മുകളിൽ ഹൈക്ക് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുമെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡിക്ലൈനുകൾ കിട്ടുമ്പോഴെല്ലാം കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ബൈ ഓൺ ഡിപ്പ് എന്നാണ് പിന്നെ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ആദ്യത്തെ പ്രധാന റെസിസ്റ്റൻസ് ലെവലാണ് 25,252. അതിന് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് ഈ ലെവലുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും എന്നർത്ഥം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിച്ചാൽ
പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ഹൈ ആയിരിക്കും പ്രധാന സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ വീണ്ടും അല്പം കൂടി താഴോട്ട് പോരുകയാണ്. ലോ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യാം. അത് ഇന്നത്തെ ലോ ആണ്. ഈ ലെവലിന് താഴേക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ വീക്ക്നെസ് ആണ് നിഫ്റ്റിയിൽ കാണിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 24,793, 800, 752, 696, 651, 597 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അതിനകത്ത് 597 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. തുടർന്നും താഴോട്ട് ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ നിങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകളെന്ന് പരിശോധിക്കാം. 51,191 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 51,693 ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയിട്ടും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, ഈ കണ്ടിന്യൂഷൻ എന്ന രീതിക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ പ്രധാന സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി ഉയരമാണെങ്കിലും അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകും എന്നാണ് പ്രതീക്ഷിക്കുക. അതായത് ഈ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ എല്ലാം കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 51,693 ആണ് പ്രധാന റെസിസ്റ്റൻസ് ആയി ഈ മേഖലയിൽ ഈ ലെവലിൽ ഞാൻ കാണുന്നത്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ 51,750, 877 എന്നിങ്ങനെയുള്ള ലെവലുകളും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാമെന്നാണ് കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന അവസ്ഥയാണ് കാണുന്നതെങ്കിൽ, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട്, അതായത് ഈ ലെവൽ ഇന്നത്തെ ലോയ്ക്കൊക്കെ താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ബാങ്ക് നിഫ്റ്റി അല്പം കൂടെ വീക്ക് എന്ന രീതിയാണ് ഞാൻ കാണുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അത് 50,958, 829, 651, 444, 366, 281 എന്നിങ്ങനെയാണ് സ്ക്രീനിൽ വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. അപ്പോൾ 49,750 ആയിരിക്കും പ്രധാന ഒരു സപ്പോർട്ട് സോണായി ലെവലായി ഞാൻ കാണുന്നത്. ഓക്കെ, അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് നോക്കാം. 81,798 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 82,493 അല്പം അടുത്ത റേഞ്ചാണ്. സാധാരണ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് എന്നിവയ്ക്ക് ഉണ്ടാകുന്ന മൂവ്മെന്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം ക്ലോസ് റേഞ്ചാണ് എന്ന് വേണം പറയാൻ. 82,210 എന്ന ലെവലിൽ ഇന്നത്തെ ഹൈ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ അങ്ങനെ മൂവ് ചെയ്യും എന്നൊരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരം അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യുന്നു എന്ന ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന ഓരോ ഡിക്ലൈനും ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി ഉയരമായിരിക്കും.
എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ, ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ കാണുന്നവ. 80,493, 635, 829, 897, 83,000 എന്നിങ്ങനെയാണ് ഞാൻ അവയെ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അതായത് 81,438 എന്ന ലെവൽ. ഇന്നത്തെ ഈ ലെവലിന് താഴെ ക്ലോസ് ആയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ കൂടി ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്തില്ല, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ പ്രഷർ തന്നെ കാണിക്കുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 81,314, 148, 80,891, 622, 449 എന്നിങ്ങനെയാണ്. അതിൽ പ്രധാനപ്പെട്ട ലൈൻ ലെവല് 80,449, 80,500 എന്ന ലെവലുകളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. തൊട്ട് താഴെ രേഖപ്പെടുത്തിയ ലെവലുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് ലെവലുകൾ. ഇത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്നതാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ഒരറിവ് വെച്ച് ഞാൻ തയ്യാറാക്കുന്നു എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് എന്നുള്ളൂ. നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം, പക്ഷേ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെയും എല്ലാവർക്കും നല്ല ലാഭം തരത്തക്ക വിധത്തിലുള്ള മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. കൃത്യമായി അവയെല്ലാം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.